السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. قال رسول الله صلى الله عليه وسلم: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, കുല്ലു മൗലൂദിൻ യൂലദു അലാ ഫിത്രത്തിൻ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്രത്തി ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. മുത്തഫഖുൻ അലൈഹി. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസാണ്. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും അർഹനും അത്യുത്തമമായ നാമഗുണവിശേഷങ്ങളുടെ ഉടമസ്ഥനുമായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ബലവത്തായി ഉപദേശിക്കുന്നു. സൂചിച്ച് നരകായിൽ നിന്നും അകറ്റപ്പെട്ട് വിചാരണ കൂടാതെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ മഹാഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതിനായി നാം എന്ത് ചെയ്യണം? നാം മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളായ നമ്മൾ മരണത്തിന് ശേഷം ജീവിതമുണ്ട് വിശ്വസിക്കുന്നു. ആ ജീവിതമാണ് ശാശ്വതമായ ജീവിതം, നശിക്കാത്ത ജീവിതം. ഇത് താൽക്കാലിക ജീവിതമാണ്. ആ ജീവിതത്തിലേക്കുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ഇഹലോകത്തിലുള്ള ജീവിതത്തിൽ വെച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് മരണത്തിന് ശേഷം ജീവിതമുണ്ട്. അവിടെ സ്വർഗമുണ്ട്, ദുഃഖമുണ്ട്, നരകമുണ്ട്. സ്വർഗം സന്തുഷ്ടമായ ചോദിച്ചാവശ്യപ്പെട്ടതൊക്കെ ലഭിക്കുന്ന ഒരു മഹാ അനുഗ്രഹങ്ങളുടെ വീട്. നരകമാണെങ്കിലോ കഠോരമായ ശിക്ഷ. ആ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തെ പ്രവേശിക്കുവാൻ ആവശ്യമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ്
അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസമാണ് പഠിപ്പിച്ചു വരുത്തിയിരുന്നത്. അള്ളാഹുൽ വിശ്വാസം ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യമാണ് അള്ളാഹുൽ വിശ്വാസം. അള്ളാഹുവിനെ വിശ്വസിക്കുക ഇത് എങ്ങനെ? അള്ളാഹുവിന് 99 നാമങ്ങൾ ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ നാമങ്ങൾ അർത്ഥത്തോടു വായിച്ചു പഠിക്കുക. അറബികളെ സംബന്ധിച്ചിടത്തോളം അർത്ഥം പഠിക്കേണ്ടത് ആവശ്യമില്ല. അതിനർത്ഥം അവർക്ക് തന്നെ അറിയാം. അവരുടെ ഭാഷകളാണല്ലോ ഖുർആനും ഹദീസും ഒക്കെ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലാണല്ലോ ജനിച്ചു വളർന്നത്. മക്കക്കാരുടെ ഭാഷയിലാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിശദീകരമായി ഹദീസുകളും പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ വഹി മുഖേനയുള്ള സന്ദേശം ജനങ്ങളെ അറിയിച്ചിട്ടുള്ളത് അറബിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈമാൻ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. അതോടുകൂടി ശേഷമായിരുന്നു ഖുർആൻ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ 10 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും സഹാബിമാർ പഠിക്കും. ആ 10 ആയത്ത് കൊണ്ട് എങ്ങനെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്നും പഠിക്കും. ശേഷമായിരുന്നു 10 ആയത്ത് പഠിച്ചിരുന്നത്. അങ്ങനെ ഖുർആൻ മുഴുവനും സഹാബിമാരിൽ ധാരാളം പേര് ഖുർആൻ പഠിച്ചറിഞ്ഞു. അപ്പോൾ മനസ്സിലാക്കേണ്ടത് കർമ്മങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കും. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കും. ആ ഖുർആൻ അനുസരിച്ച് എങ്ങനെ കർമ്മം ചെയ്യേണ്ടത് എന്നും പഠിപ്പിച്ചു കൊടുക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഖുർആൻ അനുസരിച്ച് നമ്മൾക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം കർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ ഖുർആൻ അനുസരിച്ച് കർമ്മങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു അപ്രകാരം തന്നെ ആയിരിക്കണം നമ്മളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ മാറ്റി നിർത്തിക്കൊണ്ട് ഖുർആൻ മാത്രം ഓതി കേൾപ്പിച്ച് ഇവിടെ പലരുടെ വിശ്വാസാചാരങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. അത് ചെയ്തുകൂടാ. മനുഷ്യന്മാർ വഴിവെറ്റാനുള്ള പ്രധാന കാരണം സ്വന്തമായ വ്യാഖ്യാനങ്ങൾ, സ്വന്തമായ കർമ്മങ്ങൾ ആവിഷ്കരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് ഓരോ ആയത്തുകളും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചു. ആയത്തുകൾ കൊണ്ട് എങ്ങനെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ആത്താക്കും റസൂൽ ഫഖുദൂ, നബി സല്ലല്ലാഹു കൊണ്ടുവന്ന് അത് സ്വീകരിക്കുക. നഹാക്കും അൻഹു ഫന്തഹൂ, നബി സല്ലല്ലാഹു വിരോധിച്ച് വിട്ടു നിൽക്കുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകാ ജീവിതം അതാണ് നാം സ്വീകരിക്കേണ്ടതെന്ന് അർത്ഥം. മുത്തബി റസൂലുകളായി ആയിരിക്കണം ഞാൻ ജീവിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയാണ് ജീവിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കർമ്മങ്ങളായിരിക്കണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കർമ്മങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൂടാ. അങ്ങനെ പ്രാവർത്തികമാക്കിയാൽ അതാണ് വിദ്യാർത്ഥി തൊലാലത്ത് വഴിച്ചു മാർഗം, അനാചാരങ്ങൾ പെടുക. ഓരോ കർമ്മങ്ങളും അപ്രകാരം പഠിപ്പിച്ചു അപ്രകാരം അതാണ് സുന്നത്ത് നിബിചര്യ. അന അലൈഹി വസ്ഹബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗം ആ മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും, മുഴുവനും നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവരാണ്. ആ നമസ്കരിക്കുന്നത് മുഴുവൻ നരകത്തിലാണ്. ഇല്ല മില്ലത്ത് വാഹിദ, ഒരു വിഭാഗം ഒഴികെ. അതാരും ചോദിച്ചപ്പോൾ അന അലൈഹി വസ്ഹബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ അതാണ് അഹ്ലു സുന്നത്ത് ജമാഅത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ജീവിതം പകർത്തിയെടുത്ത് സഹാബിമാർ ജീവിതത്തിൽ ഏകോപിച്ച് പ്രാവർത്തികമാക്കി നമുക്ക് വേണ്ടി വിട്ടേച്ചു പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തറക്ഫീകും അംറൈൻ, 2 കാര്യം ഞങ്ങൾ വിട്ടേച്ചു പോകുന്നു, അത് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വഴിവെച്ചു പോവുകയില്ല. അത് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുമാകുന്നു. അതിവിടെ നിലനിർത്തുമെന്ന് അള്ളാഹു ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, അത് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കുമ്പോൾ, കാത്തുരക്ഷിക്കുമ്പോൾ, സൂക്ഷിക്കുമ്പോൾ അതിന് തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഇവിടെ സംരക്ഷിക്കപ്പെടും. വിശ്വാസം പറയുകയുണ്ടായി, ഇന്നി ഊത്തിയൽ ഖുർആന മിഥ്ലുമാഹു, എനിക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത്ര വേറെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ്.
തഫ്സീറുകളാണ്, നിബിച്ചരികളാണ്. നബിസ്വല്ലാഹു ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്ന അള്ളാഹുവിൻ്റെ വഹി മുഖേനമായിരുന്നു കർമ്മങ്ങൾ. അങ്ങനെ സ്വയം പറയുകയുണ്ടായി, സൊല്ലു കമറ തുമിനി മുസല്ലി, ഞാൻ എപ്രകാരമാണോ നമസ്കരിച്ചത് അപ്രകാരം നിങ്ങൾ നമസ്കരിക്കുക. നമസ്കാരം മുതൽ ഹജ്ജ് വരെ അവസാനം നമുക്ക് നിർബന്ധമാക്കിയ ഹജ്ജായിരുന്നു. അതുകൊണ്ട് ഹജ്ജ് നമസ്കാരം മുതൽ ഹജ്ജ് വരെയുള്ള എല്ലാ കർമ്മങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നബി ചര്യ സാഹബര്യന്മാരിൽ പാവത്യമാക്കി സാഹബര്യന്മാർ ഏകോപിച്ച ആ മാർഗം, ഞാൻ എൻ്റെ സാഹബത്ത് ചെയ്തോർ മാർഗം, ആ മാർഗം അതാണ് സ്വർഗത്തിലേക്ക് മാർഗം. അതാണ് നാം പഠിച്ചറിയേണ്ടത്, അതാണ് ജീവിതത്തിൽ പാവത്യമാക്കേണ്ടത്, അതാണ് നാം മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ആ ബോധം നമുക്ക് ഉണ്ടാവണം. അതില്ലാതെ വരുമ്പോഴാണ് പരാജയം സംഭവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴേ കുടുംബ മീറ്റിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ജനങ്ങൾ ഈ കാലഘട്ടത്തിലൂടെ നമ്മുടെ സന്താന പരമ്പരകൾ ദൈവനിശ്ചയത്തിലേക്കും യുക്തിവാദത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗം ഇസ്ലാമിൽ നിന്നും അകന്ന് ദേഹേച്ഛക്കനുസരിച്ച് മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് പ്രയോജനപ്പെടുത്താം, മതത്തിനോട് ഒരു വിധേയത്വം കാണിക്കേണ്ടതില്ല എന്നുള്ള രൂപത്തിലൂടെ ഒരു വിഭാഗം ആളുകൾ പാശ്ചാത്യ സംസ്കാരം നമ്മുടെ നാട്ടിലും ചേക്കേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ യുവതികളിലൊക്കെ തന്നെ അതിൽ സ്വാധീനം ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിവാഹമൊന്നും വേണ്ട, ആരെയും അടിമത്തത്തോട് ജീവിക്കേണ്ടതില്ല, സ്വതന്ത്രമായി ജീവിക്കാം, ഇഷ്ടം പോലെ ജീവിക്കാം എന്നുള്ള ആ പാശ്ചാത്യ സംസ്കാരം നിരീശ്വരവാദത്തിൽ നിന്നുണ്ടായ ആ ദുസ്വഭാവങ്ങളിലേക്ക് നമ്മുടെ സമൂഹം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അങ്ങനെ മറ്റൊരു ഭാഗം ഈശ്വര വിശ്വാസികൾക്ക് പോലും മരണജീവൻ പരലോക ജീവിതം ഉണ്ട്, ഞങ്ങൾ മുസ്ലിമീങ്ങളായി തന്നെ ജീവിക്കണം, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് പരലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് സ്വർഗനരകങ്ങളിൽ വിശ്വസിക്കുന്നവരായ മറ്റൊരു വിഭാഗം. ആ വിഭാഗങ്ങളിൽ ജീർണകളിൽ അന്ധവിശ്വാസവും അനാചാരങ്ങളും കടന്നുകൂടി യഥാർത്ഥ വിശ്വാസ ആചാരങ്ങളിൽ നിന്നും തെറ്റിപ്പോകുന്നു. അങ്ങനെ ഒരു വിഭാഗം. ഇത് രണ്ടും മഹാ അബദ്ധങ്ങളാണ്. മനുഷ്യർക്ക് സംഭവിച്ചു പോയ അപകടങ്ങളാണ്, അല്ലെങ്കിൽ മനുഷ്യരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മഹാ അപകടങ്ങളാണ് നമ്മൾ മുമ്പിലുള്ളത്, മഹാവിപത്തുകൾ. ഈ രണ്ട് മഹാവിപത്തുകളിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുത്തേണ്ടത് എന്നുള്ളതിലേക്കാണ് ഊന്നൽ നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, കുല്ലു മൗലൂദിൻ യൂലദു അലാ ഫിത്രത്തിൻ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്രത്തി, എല്ലാ ഓരോ കുഞ്ഞും ജനിക്കുന്നത് ആ തൗഹീദി വിശ്വാസത്തിൽ, ആ തൗഹീദി പ്രകൃതത്തിലാണ് ഓരോ കുഞ്ഞും ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുഅ്മിനായും കൊണ്ട് മുസ്ലിമായും കൊണ്ടാണ്
ഓരോ കുഞ്ഞും ജനിക്കുന്നത്. ആട് കുഞ്ഞാലും ശരി, അല്ലാഹു തആല ഓരോ കുഞ്ഞിനെയും ഈ ലോകത്തേക്ക് ജനിപ്പിക്കുന്നത് ശുദ്ധപ്രതിയോടുകൂടിയാണ്, മുഅ്മിനീങ്ങളായും കൊണ്ടാണ്. ഏകദൈവ ആരാധന ഉൾക്കൊള്ളുന്നു ജീവിച്ചു വളരാൻ പറ്റിയ പ്രകൃതിയിലാണ് പ്രസവിക്കപ്പെടുന്നത്. ആരെ കുഞ്ഞാലും ശരി, അമുസ്ലിങ്ങൾ കുഞ്ഞാലും ശരി, മുസ്ലിമുകൾ കുഞ്ഞാലും ശരി, മനുഷ്യ കുഞ്ഞുങ്ങൾ ഈ ലോകത്തേക്ക് പ്രസവിപ്പിക്കപ്പെടുന്നത് ശുദ്ധപ്രകൃതിയോടുകൂടിയാണ് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പിന്നീട് അവർ മാതാപിതാക്കൾ അവർ മതത്തിലേക്ക് അവർ കൊണ്ടുപോകുന്നു. അതാണ് അബവാഹു യുഹവ്വിദാനിഹി, യഹൂദികളുടെ മക്കളാണെങ്കിൽ യഹൂദികളാക്കി വളർത്തിക്കൊണ്ടുവന്നു. ആ യുനസ്സിറാനിഹി, നസ്രാനികളുടെ മക്കളാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ മക്കളാണെങ്കിൽ ക്രിസ്ത്യാനികളാക്കി വളർത്തി വരുന്നു. ആ മജ്ജിസാനിഹി, അല്ലെങ്കിൽ മജീസികളെ അവരെ മക്കളെ അവരെ മതത്തിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഓരോരുത്തരും വ്യത്യസ്തമായ എണ്ണി പറഞ്ഞിട്ടില്ല, ഓരോരുത്തരും അവരുടെ മാതാപിതാക്കളാണ് അവരെ അവരുടെ മതത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവരുടെ മതത്തിലൂടെ അവർ വളർന്നു വരുന്നത്. അപ്പം നമ്മൾക്ക് നമ്മളെ ബാധ്യത, നമ്മൾ മുസ്ലിമീങ്ങളാണ്. അപ്പം നമ്മളെന്ത് വേണം? നമ്മളെ മക്കളെ യഥാർത്ഥ മുഅ്മിനീങ്ങളായി മുസ്ലിമീങ്ങളായി വളർത്തിക്കൊണ്ടുവരണം. ഈ സത്യവിശ്വാസികളെ അള്ളാഹു പറയുന്നുണ്ട് ഖുർആനിൽ, അള്ളാഹു സൂക്ഷിക്കുക, നിങ്ങൾ മുസ്ലിമീങ്ങളായി കൊണ്ടാലും മരിക്കരുത്. അപ്പോൾ ആ ഒരു ബോധം നമുക്കുണ്ടാവണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇത് എൻ്റെ മാർഗം, ചൊവ്വായ മാർഗം, തൗഹീദിൻ്റെ മാർഗം, ഏകദൈവ ആരാധനയുടെ മാർഗം. പ്രവാചകന്മാരൊക്കെ തന്നെ ഈ ലോകത്തോട് പ്രബോധനം ചെയ്ത ഏകമാർഗം. ഫത്തിബഅഹു, അത് നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉ സുബല, വിവിധ മാർഗങ്ങൾ പിൻപറ്റരുത്. അതല്ലാതെ ധാരാളം മാർഗങ്ങൾ, മതങ്ങൾ ഇവിടെ ഉണ്ട്, അതൊന്നും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. അങ്ങനെ പിൻപറ്റിയാൽ ഫതഫറഖ ബികും അൻ സബീലിഹി, ആ മതങ്ങളൊക്കെ തന്നെ, ആ മാർഗങ്ങളൊക്കെ തന്നെ അതിൻ്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് തിരിച്ചു കളയും. ദാലികും ബിഹി, ദാലികും വസാകും ബിഹി ലഅല്ലക്കും തത്തഖൂൻ. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതിക്കൊണ്ട് ഒരു വര വരച്ചു ഭൂമിയിൽ നിൽക്കുന്ന നേരേഖ. പിന്നീട് അവർക്ക് അപ്പുറത്തും പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമായി ധാരാളം വരകൾ വേറെയും വരച്ചിട്ട് നടുവിലെ വരയിൽ പിടിച്ച് തൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ മാർഗം, ഇത് നിങ്ങൾ പിൻപറ്റം, തൗഹീദ് മാർഗം. അത് തന്നെയാണ് അല്ലാഹു തആല നമ്മോട് പറയുന്നത്. വൻഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാ എൻ്റെ മാർഗം, ചൊവ്വായ മാർഗം, തൗഹീദിൻ്റെ മാർഗം. ഫത്തിബിഉ, അത് നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉ സുബല, വിവിധ മാർഗങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, അങ്ങനെ പിൻപറ്റിയാൽ അതിൻ്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്നും നിങ്ങൾ തെറ്റിച്ചു കളയും, തൗഹീദ് മാർഗം തെറ്റിച്ചു കളയും. ദാലികും വസാകും ബിഹി ലഅല്ലക്കും തത്തഖൂൻ, ദാലികും ഒക്കെ വസാകും ബിഹി, അതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു? അല്ലാഹു തആല നിങ്ങൾക്ക് വസീയത്ത് നൽകുകയാണ്. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത ഉള്ളവരാകുവാൻ വേണ്ടി, നമ്മൾ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ വേണ്ടി, തഖ്വയോടുകൂടി ജീവിക്കാൻ വേണ്ടി അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഉപദേശമാണ് ഇത്. ഇത് വളരെ ഗൗരവത്തോടു കൂടി ആവർത്തിച്ച് മനസ്സിലാക്കണം.
നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗം, പ്രവാചകന്മാർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച മാർഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹബിമാരുടെ നമുക്ക് പഠിപ്പിച്ച് വിട്ടേച്ചു പോയ മാർഗം, മാ അന അലി സഹബി, ഞാൻ എൻ്റെ സഹാബത്ത് നേതർമാർക്ക് ആ മാർഗം, അതാണ് നമ്മൾ പഠിച്ചറിയേണ്ടത്, അതാണ് നാം ജീവിതത്തിൽ പ്രാപ്തമാക്കേണ്ടത്, അതാണ് നാം പ്രബോധനം ചെയ്യേണ്ടത്, അതാണ് നാം മക്കളെ പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അക്കാര്യം നമ്മൾ ഉത്തരവാദിത്വമാണ്, മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് മക്കളെ ദീൻ പഠിപ്പിക്കുക എന്നുള്ളത്. അത് ചെയ്യാത്ത കാരണത്താലാണ് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളർന്നു കഴിഞ്ഞ് അവരവരുടെ ജോലിയും കാര്യങ്ങളായി വിദേശത്തേക്ക് പറഞ്ഞയച്ചു, ചൈനയിലേക്കോ അല്ലെങ്കിൽ മലേഷ്യയിലേക്കോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ അമേരിക്കൻ രാജ്യങ്ങളിലേക്കോ പറഞ്ഞയച്ച് ഉയർന്ന വിദ്യാഭ്യാസം കഴിഞ്ഞു വരുമ്പോഴേ ആ പാശ്ചാത്യ സംസ്കാരം അവർ അള്ളിപ്പിടിക്കുന്നു. ശേഷം നാം അവരെ വിളിച്ചുകൂട്ടി കുടുംബ മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് അവർ ഉപദേശിച്ചു കൊടുത്താൽ കാര്യമായ വിജയം കിട്ടണമെന്നില്ല. ഏതുമാതിരി ഉദാഹരണം നമുക്ക് പറയാം. പച്ചക്കറികൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പടവലം എന്ന് പറഞ്ഞൊരു പച്ചക്കറി ഉണ്ടല്ലോ, ആ പടവലം വള്ളിയിൽ പന്തലിലിട്ട് നമ്മൾ ആ പടവലം പൂവിടുമ്പോൾ തന്നെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമ്മൾ കയറ് കെട്ടി കൊടുക്കുന്നു പടവലത്തിന്. എന്തിനു വേണ്ടി? ആ പടവലത്തിന് കയറ് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ പടവലം ശരിക്കും വളവില്ലാതെ ശരിക്കും വളരും. ചെറുപ്പത്തിൽ തന്നെ വളർന്നു കഴിഞ്ഞതിന് ശേഷം വളഞ്ഞ് പൊളിഞ്ഞ് കയറുമ്പോൾ കല്ല് കെട്ടാതെ അതിന് ഇഷ്ടത്തിന് വിട്ട് കഴിഞ്ഞാലോ അത് വളഞ്ഞു പൊളിഞ്ഞിരിക്കും. അങ്ങനെ വളഞ്ഞ് അതിന് മുപ്പത്തി കഴിഞ്ഞാൽ നമ്മൾ അറുത്തതിന് ശേഷം അത് നിർത്തിയാലോ പൊട്ടിപ്പോവും. എന്ന പോലെയാണ് ഇപ്പോൾ നമ്മളെ കുടുംബ മീറ്റിങ്ങുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്കാര്യം ഫലം, അക്കാര്യത്തിൽ കൊണ്ട് കാര്യമായ ഫലം കിട്ടുമോ സംശയം. കാരണം എന്തല്ല, അത് വളർന്നുപോയി. അവർ പാശ്ചാത്യ സംസ്കാരത്തിൽ നമ്മളെ മക്കൾ വളർന്നുപോയി. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ തന്നെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? മൈ ബോഡി മൈ ചോയ്സ്, കുടുംബബന്ധം വേണം, വിവാഹം വേണം, വിവാഹ ജീവിതത്തിലൂടെ ആയിരിക്കണം നമ്മൾ സന്താന പരമ്പരകളായി ഞങ്ങൾ വളരേണ്ടത് എന്ന് പറയുമ്പോൾ അവർക്ക് മടി തോന്നുകയാണ്. മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം എനിക്ക് എൻ്റെ ഇഷ്ടമുള്ളതാണ്, ഞാൻ ഇഷ്ടത്തിൽ ജീവിക്കും. ഒരു മേൽക്കോയ്മ എന്നിൽ ഉണ്ടാവുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് വിവാഹം വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി ജീവിക്കലാണ് നല്ലത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ വേണ്ട, വിവാഹം വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ കുടുംബ മീറ്റിങ്ങിലൂടെയൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത്, മൂപ്പത്തിയ പടവലം വളവ് നിർത്തുമ്പോൾ പൊട്ടിപ്പോകുന്ന പോലെ കുട്ടികൾ മുപ്പത്തിന് ശേഷം വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിദേശത്ത് നിന്ന് ജോലിയൊക്കെ പഠനമൊക്കെ പൂർത്തിയാക്കി നാട്ടിൽ വരുമ്പോൾ അവരെ നമ്മൾ പിടിച്ച് വലിച്ചാൽ, വളവ് നിർത്താൻ ശ്രമിച്ചാൽ കിട്ടണമെന്നില്ല. ഒരു പരിശ്രമം ചെയ്യാം, അത്രമാത്രം. എന്നാൽ എവിടെ നിന്നാണ് പരിശ്രമം തുടങ്ങേണ്ടത്? അതാണ് നമ്മുടെ കാതലായ ചർച്ചയുടെ വശം. സാധാരണക്കാരായ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ക്ലാസ്സുകളൊക്കെ തന്നെ സാധാരണക്കാരൻ നൽകുന്ന ചില ഉപദേശങ്ങളാണ് നിങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മക്കൾ എന്തുകൊണ്ട്
ഈ സ്വഭാവത്തിലൂടെ ദീനിൽ നിന്നും അകന്നു പോയി അതിൻ്റെ അത് എവിടെ മുതൽ അവരെ നിയന്ത്രിച്ചു കൊണ്ടുവരണം, അക്കാര്യത്തിലേക്കാണ് ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. അതായത് നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ സ്വഭാവം ദീനി വിദ്യാഭ്യാസം അവർക്ക് വളരെ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ. നമ്മൾ ഒരു കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്, സ്കൂളിലേക്കും പറഞ്ഞേക്കുന്നുണ്ട്, സ്കൂൾ മദ്രസയുമുള്ള പാഠശാലകളിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. ഏകദേശം ഒരു 5ാം ക്ലാസ് മദ്രസ അല്ലെങ്കിൽ ഒരു 7ാം ക്ലാസ് മദ്രസ കഴിഞ്ഞാൽ പിന്നെ ദീനി വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടുന്നില്ല. പിന്നീട് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ ട്യൂഷനാണ്. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് അവർക്ക് ദീനി വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കാനോ പഠിക്കാനോ നോക്കാനോ മനസ്സിലാക്കാനോ ഒരു സമയമില്ലാതെ പിന്നീട് 10ാം ക്ലാസ്സിലേക്കും അങ്ങനെ പിന്നെ +2 കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ് ട്യൂഷൻ അങ്ങനെ വിജയിച്ച് നല്ല മാർക്കുകൾക്ക് വാങ്ങി ഡൽഹിയിലോ ചൈനയിലോ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലോ അമേരിക്കയിലൊക്കെ പോയി സാമ്പത്തികം അനുസരിച്ച് ഉയർന്ന വിദ്യാഭ്യാസം നേടിയെടുത്ത് വളർന്ന് തിരിച്ചെത്തുമ്പോഴേക്ക് ദീനിയായിട്ടുള്ള ബന്ധം കൊണ്ട് അകന്നു പോവുകയാണ്. അതാണ് ഏറ്റവും അപകടം. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ ദീനിയായി കൊണ്ട് പഠിക്കാൻ പറ്റിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർത്തിക്കൊണ്ട് ആയിരിക്കണം അവരെ ഭൗതിക വിദ്യാഭ്യാസത്തോടുകൂടി ദീനി വിദ്യാഭ്യാസം കൂട്ടിക്കൊടുത്ത് പഠിപ്പിക്കുമ്പോഴേ മാത്രം നമുക്ക് അവരെ യഥാർത്ഥ ഇസ്ലാമിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. കാരണം പാശ്ചാത്യ സംസ്കാരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി വിശ്വാസങ്ങളെ നിന്നും അകന്നു പോയാൽ ഇഹലോകത്തിന് മുൻതൂക്കം നൽകിയാൽ പരലോകത്ത് മറന്ന് ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അള്ളാഹുവിൽ വിശ്വാസം, വിശുദ്ധ ഖുർആന്റെ സന്ദേശങ്ങളിലുള്ള വിശ്വാസം കിട്ടാതെ പോകുന്നു. ഈമാൻ വർദ്ധിക്കണമെങ്കിൽ അള്ളാഹുവിൽ വിശ്വാസം നമുക്ക് കൂടണമെങ്കിൽ ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിക്കണം. തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും പഠിച്ചറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് പരലോക വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് ഈമാൻ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടായിരുന്നു ഖുർആൻ പഠിപ്പിച്ചിരുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, മരണാനന്തര ജീവിതം, പരലോക ജീവിതം, അവിടുത്തെ അനുഗ്രഹങ്ങളും അവിടെയുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ, നരകശിക്ഷ, സ്വർഗാനുഗ്രഹങ്ങളൊക്കെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അതിന് പോരായികയാണ് പരലോക ജീവിതത്തിൽ പറ്റിയുള്ള വിശ്വാസക്കുറവാണ്, അള്ളാഹുവിൻ്റെ വിശ്വാസക്കുറവാണ്, ഭൗതികമായ ഈ ലോകത്തേക്ക്, ഈ സുഖസൗകര്യങ്ങളിലേക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ജീവിക്കുവാനുള്ള
കാരണം ആകുന്നത്. ഇഹലോകം നശിക്കുന്നതാണെങ്കിൽ സ്ഥിരമല്ല, നശിക്കാത്ത ജീവിതം പരലോകമാണ്. അങ്ങോട്ടുള്ള ഒരുങ്ങുവാനുള്ള ഒരു ഇടമാണ് ഇഹലോകം എന്നൊരു ബോധം നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഭൗതിക വിദ്യാഭ്യാസത്തോടുകൂടി ഈമാൻ വർദ്ധിക്കത്തക്ക രൂപത്തിലൂടെ പരിശുദ്ധ ഖുർആനും അർത്ഥത്തോട് വായിച്ച് പഠിപ്പിച്ച് വിശ്വാസം ശരിക്കും പഠിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക ജീവിത ചിട്ടയിലൂടെ നമ്മളെ മക്കളെ വളർത്താതിരുന്നാൽ അവർ നിരീശ്വരത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് ദീനി വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസത്തോടുകൂടി കൊടുക്കുക എന്നുള്ളതാണ് ചികിത്സയായി നാം കരുതി വെക്കേണ്ടത്. അല്ലാഹു തആല പറയുകയുണ്ടായി, ആരെങ്കിലും ഇഹലോകത്തിന് മുൻതൂക്കം നൽകിയാൽ അവൻ്റെ വാസസ്ഥലം നരകമായിരിക്കുമെന്ന്. ആ കാര്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ബൽ തുസൂറുൽ ഹയാത്തദ് ദുനിയ സബ്ഹിസ്മിയിൽ ആയിലയിൽ 16-ാമത്തെ വചനം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇഹലോകത്തിന് മുൻതൂക്കം നൽകുന്നു. അല്ലാഹു ഖുർആൻ പറയുന്നു. അങ്ങനെ ഇഹലോകത്തിന് മുൻതൂക്കം നൽകിയാൽ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ, വാസസ്ഥലം നരകമായിരിക്കും എന്ന് അല്ലാഹു തആല നാസിയാത്തിലൂടെ അറിയിച്ചു തരുന്നു. അതുകൊണ്ട് ഇഹലോകത്തിന് മുൻതൂക്കം നൽകാൻ പാടില്ല, പരലോകത്താണ് മുൻതൂക്കം നൽകേണ്ടത്. പരലോക ജീവിതത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പരിശ്രമങ്ങൾ മാത്രമേ ഉണ്ടാവൂ. പരലോകത്തിന് മുൻതൂക്കം നൽകി ശാശ്വത ജീവിതത്തിലേക്ക് ആവശ്യമായ അവിടെ വിജയത്തിന് ആവശ്യമായ ദീനി വിദ്യാഭ്യാസം നേടിക്കൊണ്ടായിരിക്കണം ഭൗതിക വിദ്യാഭ്യാസം നേടേണ്ടത് എന്നുള്ളതാണ് എന്ന് ഇത്രയും പറഞ്ഞ ചുരുക്കം. അതിൻ്റെ കുറവാണ് ഈ കാലഘട്ടത്തിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ നിരീശ്വരവാദത്തിലൂടെ നമ്മളെ മക്കള് നിരീശ്വരവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീനി വിദ്യാഭ്യാസത്തിലുള്ള ശ്രദ്ധ നമുക്ക് നന്നായി ഉണ്ടാവണം. അവരെ നന്നായി ഖുർആനും ഹദീസും പഠിപ്പിച്ചുകൊണ്ട് ആയിരിക്കണം ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് വിടേണ്ടത് എന്നുള്ളതിലേക്കാണ് ഞാൻ സൂചന നൽകുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഭാഗം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്തുകൊണ്ട് മറ്റുപോയ മഹാത്മാക്കളും ഇസ്തിഹാസം നടത്തിക്കൊണ്ട് ഖുർആനും ഹദീസും പഠിച്ചറിഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ മരിച്ചവരോട് സഹായം ചോദിക്കുവാൻ, അതേപോലെ തന്നെ വഫാത്തായ പ്രവാചകനോട് പാപം നേടുവാൻ നിധി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തിക്ക്, വൻ ശക്തിയുടെ മുമ്പിലാണ് നമ്മളുള്ളത്. ഖുർആനും ഹദീസും പഠിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിലേക്കും ശിർക്കിലേക്കും ബിദ്അത്തുകളിലേക്കും ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ അവർക്കെതിരെ ഖുർആനും ഹദീസും പഠിച്ചറിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് എപ്രകാരമാണോ കർമ്മങ്ങൾ ചെയ്യുവാൻ പഠിപ്പിച്ചു കൊടുത്തു, അപ്രകാരം
ജീവിതത്തിൽ പാർത്യമാക്കി വിശ്വാസം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അനാചാരങ്ങളാണ്. വിശ്വാസം പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ, ജീവിതത്തിൽ പാർത്യമാക്കി പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതാണ് ആചാരങ്ങൾ, യഥാർത്ഥ ആചാരങ്ങൾ. അത് തിരിച്ചറിവ് നാം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഖുർആനും ഹദീസും നാം പഠിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ച് നാം പഠിക്കേണ്ടതുണ്ട്. നമ്മൾ പിൻഗാമികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇമാൻ കാര്യം, അള്ളാഹുവിൻ്റെ വിശ്വാസം, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷങ്ങൾ നാം പഠിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്വന്തക്കാർ ബന്ധുക്കാർക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം. അതോടുകൂടി പരിശുദ്ധ ഖുർആൻ അർത്ഥത്തിൽ വായിച്ചു പഠിക്കണം. അങ്ങനെ ആ പരിശുദ്ധ ഖുർആൻ കൊണ്ട് എങ്ങനെയാണോ അമൽ ചെയ്തിരുന്നത് വിശ്വാഹുവിൽ സാഹിബിനെ പഠിപ്പിച്ചു അവിടെ നിൽക്കണം. വിശ്വാസ്മയുടെ ശരീരങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ അത് ബിദഅത്താണ്, ളലാലത്താണ്, വഴിച്ച് മാർഗമാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. നമ്മൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത് വലിയൊരു അപകടമായി വളർന്നു വരുന്നുണ്ട്. മുലൂദും റാത്തിയും ഹിദാദും ഉദ്വീത്തും ജാരങ്ങളിൽ പോയുള്ള സങ്കടപ്പറച്ചിലും നബിസ്വല്ലല്ലാഹു പാപം തേടിക്കൊണ്ടും സ്വലാത്തറയിലേക്കുള്ള പ്രോത്സാഹിപ്പിക്കലും ഒക്കെ തന്നെ അനാചാരങ്ങളാവുന്നു. നബിസ്വല്ലല്ലാഹു സഹബിരന്മാർ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാവുന്നു. അനാചാരം ചെയ്താൽ, യഥാർത്ഥ ഇസ്ലാം ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ അമലുകളും തന്നെ അള്ളാഹ് സ്വീകരിക്കൂല. മാത്രമല്ല അനാചാരങ്ങളിലൂടെയാണ് ശിഖിൽ എത്തിപ്പെടുന്നത്. ശിഖോടുകൂടി മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ശാശ്വത നരകമായിരിക്കും. തൗഹീദോട് മരിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ആരാധനകൾ മുഴുവനും നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും പാപം നേട്ടങ്ങളും ഒക്കെ തന്നെ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക. അതാണ് തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായ അല്ലാഹുവില്ല, മറ്റാരുമില്ല എന്ന തൗഹീദിൻ്റെ വചനം മനസ്സവാച കർമ്മണ സ്വീകരിച്ചുകൊണ്ട് തൗഹീദോട് ജീവിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ അർത്ഥത്തിൽ വായിച്ച് പഠിക്കേണ്ടതുണ്ട്. നബിസ്വല്ലല്ലാഹു ഹദീസുകൾ പഠിക്കേണ്ടതുണ്ട്. നബിശരീകളാണ് ജീവിതത്തിൽ പാത്രമാക്കേണ്ടത്. വിശ്വാസം മതം ഇല്ലാത്ത കാര്യങ്ങൾ ഇത് അനാചാരങ്ങളാവുന്നു. നാമിൽ അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുറദ്ദ്. വിശ്വാസം പറയുണ്ടായി, വല്ല പ്രവൃത്തി മറിച്ചു അതിൻ്റെ പേരിൽ എൻ്റെ കൽപ്പില്ലെങ്കിൽ തള്ളിക്കളയേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ മൻ അഹദ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുറദ്ദ്. എല്ലാവരും ഈ ദീൻ കാര്യം പുതുതായി നിർമ്മിച്ചിട്ടുള്ള കാലത്ത് തള്ളിക്കളയണം. മുങ്കറ, നിങ്ങൾ വല്ലവരും മുങ്കറത്തായ കാര്യം, ഒരു വെറുക്കപ്പെട്ടൊരു കാര്യം കണ്ടാൽ ഇത് കൈകൊണ്ട് തടയണം. എല്ലാം തെസ്തി സാധിച്ചില്ലെങ്കിൽ ബിലിസാനി നാവ് കൊണ്ട് പറയണം. അതിനും സാധിച്ചില്ലെങ്കിൽ കൽബുകൊണ്ട് വെറുക്കണം. അത്ര ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് ഇസ്ലാമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി ചെയ്യുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും മാതൃക കാണിച്ചെന്ന കാര്യങ്ങൾ സഹാബിമാർ അവിടെ നിന്ന് മാതൃകയായി ആ മാതൃകാ ജീവിതം പിൻപറ്റി ജീവിച്ച് നമുക്ക് ഒട്ടിച്ചു പോയ കാര്യം അതേ നാം പ്രവർത്തിക്കേണ്ടതുള്ളൂ. കുല്ലു ഇബാദത്തും അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലവാഹു. ഇത് സഹാബിമാർ അനുഷ്ഠിക്കാത്ത ഇബാദത്തുകളൊന്നും തന്നെ സഹാബിമാർ അനുഷ്ഠിക്കാത്ത ഇബാദത്തുകളൊന്നും തന്നെ പിന്നെയുള്ള അനുഷ്ഠിക്കേണ്ടതില്ല. മറ്റു മഹാന്മാരോട് സഹായം ചോദിക്കാനോ വഫാത്തായ പ്രവാചകന്മാരോട് പാപം തേടുവാനോ മരിച്ചവർക്ക് നാമസ്കാരം അർപ്പിക്കാനോ കബറിൽ പോയി ജാരത്തിന് സങ്കടം പറയാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർ പഠിപ്പിച്ചു കൊടുത്തില്ല. അവരാരും ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ബിദഅത്താണ്. ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യം ജീവിതത്തിൽ കൊണ്ടുവരിക, അതാണ് ബിദഅത്ത്, അനാചാരം. ഇത്തരത്തിൽ അനാചാരത്തിലൂടെ ശിർക്ക് എത്തിപ്പെടുന്ന ശിർക്കോടുകൂടി മരണപ്പെട്ടാൽ അത് മഹാപാപമായ നരകത്തിൽ
കൂപ്പ് കുത്തുന്ന വമ്പിച്ച കുറ്റമായി അവശേഷിക്കും. നല്ലതെന്നുള്ളേക്കാണ് ആളുകൾ ഇക്കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരിക്കലും തേച്ചു മടങ്ങുകയുമില്ല. വിദ്യാർത്ഥികളൊക്കെ ചെയ്യുമ്പോൾ നല്ലതെന്നുള്ളേക്കാണ് ചെയ്യുക. കുറ്റകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ബോധം ഉണ്ടാവും, തെറ്റാണ് ചെയ്യരുത് എന്ന്. പക്ഷേ ജമീതം കൊണ്ടാകുക. അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ വിദ്യാർത്ഥികളൊക്കെ തന്നെ മൗലൂദ്, റാത്തീബ്, ബഹദാദ്, കുത്തുബയ്യത്ത്, മരിച്ചവരോടുള്ള സഹായാഭ്യർത്ഥന പോലെ കാര്യങ്ങളൊക്കെ തന്നെ നല്ലത് നിലക്കാണ് പണ്ഡിതന്മാർ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വിദ്യാർത്ഥികൾ ചെയ്താൽ നമ്മൾ അമലൊന്നും തന്നെ അവ സ്വീകരിക്കില്ല എന്നും തൗബ വരെ സ്വീകരിക്കുകയില്ല എന്നും ഒക്കെ തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ അത് ചെയ്യുക, അതാണ് സുന്നത്ത്. നബിചര്യകൾ പഠിപ്പിച്ചതാ കാര്യങ്ങൾ, മാതൃകയില്ലാത്ത കാര്യങ്ങൾ, അതാണ് വിദ്യാർത്ഥി. നബിസ്വല്ലല്ലാഹു സഹാബിമാർ പ്രവർത്തിച്ചിട്ടുണ്ടോ? മാതൃകയിലുണ്ടോ? അത് പ്രവർത്തിക്കണം. ഇല്ലേ? പ്രവർത്തിക്കേണ്ടിയില്ല. നബിസ്വല്ലല്ലാഹു നിന്നും പഠിച്ചറിഞ്ഞുകൊണ്ട് സഹാബിമാർ ജീവിതത്തിൽ പാഠമാക്കി നമുക്ക് മാതൃകയായി പഠിപ്പിക്കുന്ന കാര്യമാണ് അഹ്ലുസുന്നൽ ജമാഅത്ത്. അഹ്ലുസുന്നൽ ജമാഅത്തിൻ്റെ സാഹിബിനെ ഏകോപിച്ച കാര്യങ്ങൾ, നമുക്ക് വേണ്ടി വിട്ടേച്ചു പോയ കാര്യങ്ങൾ, അതിൽ പെടാത്ത കാര്യങ്ങൾ, അതാണ്. അത് ഒരിക്കലും നമുക്ക് ഗുണകരമല്ല. അപ്പോൾ ഇത്തരം അനാചാരങ്ങൾ നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് ഖുർആൻ അറിയില്ല, നമുക്ക് ഹദീസ് അറിയില്ലല്ലോ എന്നും പറഞ്ഞാൽ നമുക്ക് രക്ഷാമാർഗമല്ല. നമ്മൾ അന്വേഷിക്കണം, പഠിച്ചറിയണം, ഖുർആനും ഹദീസും പഠിച്ചറിയണം. അതോടുകൂടി മറ്റുപോയ മഹാന്മാരോട് സഹായം ചെയ്യുവാൻ മുസ്ലിം ശരിയിലുണ്ടോ ഇല്ലേ എന്ന് അത് പണ്ഡിതന്മാർ ചോദിക്കണം. മൗലൂദ് ഓതാൻ, റാത്തീബ് ഓതാൻ, ജന്മദിനം കൊണ്ടാടാനൊക്കെ മുസ്ലിം പഠിപ്പിച്ചതുണ്ടോ ഇല്ലേ എന്ന് അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാർ ചോദിച്ചറിയണം. ഒരിക്കലും അവർക്ക് തെളിയിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും ആയത്തോ ഹദീസോ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടല്ലാതെ, തഫ്സീറോ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടല്ലാതെ അവർക്ക് തെളിയിക്കാൻ സാധ്യമല്ല. നമുക്ക് അവരോട് പറയാനുള്ളത്, അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ടോ? അത് മാത്രമാണ് നമുക്കവരോട് ചോദിക്കാനുള്ളത്, പറയാനുള്ളത്. അള്ളാഹും റസൂലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് പാത്മാക്കി കാണിച്ചിട്ടുണ്ട് എങ്കിൽ സഹാബിമാരുടെ ജീവിതത്തിൽ അത് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചായി വിട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്വീകരിക്കാം. അലൈ സാബി, ഞാൻ എൻ്റെ സാബത്ത് ഇതൊരു മാർഗം, ആ മാർഗം സാബിമാർ ഏകോപിച്ച മാർഗം, അതാണ് സ്വീകരിക്കേണ്ടത്. അതില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി നിർത്തണം. കാരണം നമ്മളെ ഭാവി, നമ്മളെ പരലോക ജീവിതം നാമാണ് സംരക്ഷിക്കേണ്ടത്. പരലോകത്തെ ഖബർ ജീവിതത്തിൽ വിചാരണ വേളയിൽ നാം ഒറ്റക്കായിരിക്കും ഉണ്ടാവുക. വായിച്ചു പഠിക്കുക എന്നും പറഞ്ഞാണ് ഖുർആൻ അവതരിപ്പിച്ചത്. ഖബറിൽ ചോദിക്കും, മാ ഇൽമുക, അതിൻ്റെ ഇൽമ് എന്താണ്? വിജ്ഞാനം എന്ന അറിവെന്താണ്? മറുപടി പറഞ്ഞു, ഖറഅതു കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വായിച്ചു പഠിച്ചു, പരിശുദ്ധ ഖുർആൻ വായിച്ചു പഠിച്ചു. ആമൻതു ബിഹി, ഞാൻ വിശ്വസിച്ചു. വിശ്വസിച്ചു എന്ന് പറയണമെങ്കിൽ അർത്ഥത്തോട് വായിച്ചു പഠിക്കണം. അപ്പോൾ സ്വദ്ദഖ്തു ബിഹി, അത് സത്യമാക്കി എന്ന് പറയണമെങ്കിൽ പറയണം നമ്മൾ. ആമൻതു ബിഹി, ഞാൻ വിശ്വസിച്ചു. സ്വദ്ദഖ്തു, ഞാൻ സത്യമാക്കി. സത്യമാക്കി എന്ന് പറയണമെങ്കിൽ ആ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ കർമ്മങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചെന്നു അപ്രകാരം സഹാബിമാരിലൂടെ നാം കർമ്മങ്ങൾ ചെയ്യണം. സഹാബിമാർ അപ്രകാരം കർമ്മങ്ങൾ ചെയ്ത് വിട്ടേച്ചു പോയ മാതൃക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക, സഹാബിയുടെ മാതൃക, അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ മാതൃക, അതായിരിക്കും നാം ജീവിതത്തിൽ വാർത്തമാക്കേണ്ടത്. അങ്ങനെ മറുപടി പറയണം, വസദ്ദഖ്തു ബിഹി, ഞാൻ സത്യമാക്കി. എന്നാൽ മുത്തിബ റസൂലുകളായി വിശ്വാസം ചര്യകൾ പിൻപറ്റിയവരായി ഇരുന്നു, പിൻപറ്റിയുണ്ടായിരുന്നു സാഹിബിന് ജീവിച്ചിരുന്നത്. നമ്മളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയായിരുന്നു പിൻപറ്റേണ്ടത്. വാപ്പപ്പോവൻ്റെ മാർഗമോ പണ്ഡിത പുരോഹിതന്മാരുടെ മാർഗമോ നാം പിൻപറ്റിക്കൂടാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം,
പിൻപറ്റണം. അപ്പോഴാണ് സദ്ദഖ്തു ബിഹി, ഞാൻ സത്യമാക്കി എന്ന് മറുപടി പറയാൻ സാധിക്കുക. യഖ്റ, വായിച്ചു പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഖുർആൻ അവതരിപ്പിച്ചത്. അപ്പോൾ അപ്പുറം ചോദ്യം, മാൽമുക എന്തായിരുന്നു? ഖറഅതു കിതാബല്ലോ, അള്ളാഹുവിന്റെ ഗ്രന്ഥം വായിച്ചു പഠിച്ചു. ആമനതു ബിഹി, ഞാൻ വിശ്വസിച്ചു. സദ്ദഖ്തു ബിഹി, ഞാൻ സത്യമാക്കി എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരമോ സാഹിബിമാർ പഠിപ്പിച്ചു. എന്നാൽ സാഹിബിൻ, ഞാൻ ഇതിന്റെ സാഹിബത്തും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിമാരും ജീവിച്ച് മാതൃക കാണിച്ച മാർഗ ജീവിതം, ആ ജീവിതം നമ്മൾ എന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കണം. അതാണ് അല്ലാഹു തആല ഖുർആൻ പറഞ്ഞത്, വൻഹാദ സിറാത്തുൽ മുസ്തഖീമ, എന്ന മാർഗം, ചൊവ്വ മാർഗം, വത്തിബിഉ, അതിന് പിൻപറ്റുക. സൂറത്ത് അൻആം 153-ാമത്തെ വചനം. അതിന് പിൻപറ്റണം, ആ മാർഗമായി ജീവിക്കണം. അപ്പോഴാണ് സ്വർഗ്ഗ കവാടം നമുക്ക് തുറന്നു വെച്ചുക. മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കും വേണം. മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ മുരു തോന്നണ്ട, അതീവ് കഴിക്കണ്ട, മരിച്ചവരോട് സഹായം ചോദിക്കണ്ട, അള്ളാഹുവിനോട് സഹായം ചോദിച്ചാൽ മതി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മാതൃകാ ജീവിതം പ്രാവർത്തികമാക്കി മതി എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ നമ്മളെ എതിരെ തിരിയും. അപ്പോൾ നമ്മൾ ക്ഷമ ഉൾക്കൊള്ളണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കുക, ക്ഷമ കൊണ്ട് ഉപദേശിക്കുക. നമ്മൾ ദീനി കാര്യം പഠിച്ചറിയുക, നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, മറ്റു പഠിപ്പിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരാണെന്ന് അള്ളാഹു അറിയിക്കുകയുണ്ടായി. ലാസർ കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാൻ ഫി ഖുസ്ർ, നിശ്ചയം മനുഷ്യൻ നഷ്ടത്തിലാണ്. ഇല്ലല്ലാമു, വിശ്വസിച്ചൊഴികെ, വാമി സ്വാലിഹാത്തി, സൽക്കർമ്മം പ്രവർത്തിച്ചു ഒഴികെ, വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചു ഒഴികെ, വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ചു ഒഴികെ. ഇത്തരം കാര്യങ്ങൾ, 4 കാര്യങ്ങൾ നമ്മൾ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരാണ്. നമ്മൾ ഈമാൻ കാര്യം വിശ്വസിക്കണം, അതിന് പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിച്ചറിയണം. ഇസ്ലാം കാര്യങ്ങൾ പ്രവർത്തിക്കണം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പഠിച്ചറിയണം. എന്നിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നിർബന്ധ കാര്യങ്ങൾ പൂർണ്ണമായും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, സുന്നത്തായ കാര്യങ്ങൾ കഴിയുന്ന ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മാതൃകയായി ജീവിക്കണം. അതോടുകൂടി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. തിന്മകൾ കണ്ടാൽ, അനാചാരം കണ്ടാൽ അത് വിരോധിക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, ജനങ്ങളെ ഉപദേശിക്കണം. അത്ര സംബന്ധത്തിലുണ്ടാകുന്ന പ്രയാസം വിചാരിക്കണം, ക്ഷമിക്കണം. ഇതൊക്കെയാണ്. അങ്ങനെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നഷ്ടക്കാരാണെന്ന് പറഞ്ഞാൽ സ്വർഗം നഷ്ടപ്പെടുന്നവരാണെന്ന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൽ വിശ്വാസം, അത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിച്ചറിഞ്ഞുകൊണ്ട്, പരിശുദ്ധ ഖുർആൻ വായിച്ച് പഠിച്ചുകൊണ്ട് ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അതേപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി മുത്തബി റസൂലുകളായി ജീവിക്കണം. വിഷയങ്ങൾ പഠിച്ചറിയണം. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ബുദ്ധിമാന്മാരായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചല്ലോ, ആരാണ് ബുദ്ധിമാൻ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, ആരാണ് ബുദ്ധിമാൻ? മുഅ്മിനീങ്ങൾ ആരും ബുദ്ധിമാൻ ചോദിച്ചപ്പോഴുള്ളൂ. മരണത്തിൻ്റെ ആറായി മുറുക്കുകയും ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞുവല്ലോ. ആ ബുദ്ധിമാനും കൂട്ടി നമ്മൾ ആവണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചറിയണം. അള്ളാഹു നാമങ്ങൾ പഠിച്ചറിയണം. ഈമാൻ കാര്യം മുഴുവൻ പഠിച്ചറിയണം. അതോടുകൂടി പരിശുദ്ധ ഖുർആൻ വായിച്ച് പഠിക്കണം. അപ്പോഴേ നമുക്ക് ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഖുർആൻ അർത്ഥം വായിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും, പരലോക വിശ്വാസം വർദ്ധിക്കും. അതോടുകൂടി ശരീരങ്ങളെ ജീവിതത്തിൽ പ്രാപ്തമാക്കുവാനുള്ള പ്രോത്സാഹനങ്ങൾ നമുക്കുണ്ടാവും. ഹദീസുകൾ പഠിച്ചറിയുമ്പോൾ അങ്ങനെ നബിയുടെ ഹദീസ് പഠിച്ചറിഞ്ഞുകൊണ്ട് നബിയുടെ ജീവിതത്തിൽ പ്രാപ്തമാക്കി അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വാസം പൂർത്തിയാക്കി പരിശുദ്ധ ഖുർആൻ വായിച്ച് പഠിച്ച് ജീവിതത്തിൽ പ്രാപ്തമാക്കി മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുത്ത് മാതൃകയായി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انا نسالك من خير ما سالك نبيك محمد صلى الله عليه وسلم، ونعوذ بك من شر ما استعاذ من نبيك محمد صلى الله عليه وسلم. انت المستعان ولك البلاء، لا حول ولا قوه الا بالله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. اللهم إنا نسألك الجنة الفردوس تجيرك من النار.
رب ارحمهما كما ربياني صغيرا ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا جلاء أحزاننا وذهابه منا آمين آمين يا رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله